ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും യൂണിവേഴ്സ് ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കൊരു ആർ സെൻറ്റർ ഇന്നൊരു പണിയാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞേക്കുന്നത് അതിന് ഓയിൽ ലീക്കും കാര്യങ്ങളുമായിട്ടാണ് വന്നത്. അപ്പം നമുക്ക് നേരെ ഒന്ന് വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ലീക്ക് കസ്റ്റമർ നമ്മളോട് പറഞ്ഞേക്കുന്ന ഈ സിലിണ്ടർ സൈഡിൽ നിന്നായിട്ടായിരുന്നു. അപ്പോൾ സിലിണ്ടർ സൈഡിലെ പാക്കിംഗ് ഒന്നും പോയിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് പാക്കിംഗ് പോയെന്ന് പറയാൻ തന്നെയാണെങ്കിലും ഇവിടെ ഒരു 10 രൂപ വില വരുന്ന ഒരു സൈലൻസർ പാക്കിംഗ് ഉണ്ട്. ആ പാക്ക് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് ഒരു പാക്കിംഗ്, സൈലൻസർ പാക്കിംഗ്. ഇത് വെറും 10 രൂപ ഉള്ളൂ. ഈ പാക്കിംഗ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടിയുടെ ഓയിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഈ സൈലൻസർ പാക്കിംഗ് മാറാവുന്നതാണ്. അതിന് നമുക്ക് വേണ്ടത് ഒരു 12 ടീയും പിന്നെ ഒരു 17 സ്പാൻഡറും 13 സ്പാൻഡറും കൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ വീട്ടിൽ ഇരുന്ന് തന്നെ നമുക്ക് ആ പാക്കിംഗ് മാറാവുന്നതാണ്. അപ്പോൾ ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ആദ്യം അരിക്കേണ്ടത് തന്നെയാണെങ്കിലും ഇവിടെ 2 12 ബോൾട്ട് ഉണ്ട്. ഈ ബോൾട്ടും പിന്നെ ഇവിടെ ഒരു 12 ബോൾട്ടും. അപ്പോൾ ഈ രണ്ടും കൂടെ നമുക്കൊന്ന് അയച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മൗത്ത് ഊരി കിട്ടുന്നതാണ്. അപ്പോൾ ഒന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആ 12 2 നെറ്റ് അയച്ചെടുത്തു. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈ 17 എമ്മിൻ്റെ ഈ ഒരു നെറ്റും കൂടെ അയച്ചെടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ നെറ്റ് കൂടാൻ ഈ ഒരു ബ്രാക്കറ്റും കൂടെ നമുക്കൊന്ന് അയച്ച് മാറ്റേണ്ടതായിട്ടുണ്ട്. ഈ ബ്രാക്കറ്റ് അയക്കാൻ വേണ്ടി നമുക്ക് ഈ കവർ ഒന്ന് ഊരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കവർ നമുക്കൊന്ന് ഊരിയേക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒരു നെട്ടുണ്ട്, 13 എമ്മിൻ്റെ ഒരു നെറ്റ് ബോൾട്ട് ഉണ്ട്. ആ ബോൾട്ടും കൂടെ നമുക്കൊന്ന് ഊരാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ബ്രാക്കറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ ഊരി. അപ്പോൾ നമുക്ക് ഈ ഒരു ആക്സിൽ അങ്ങോട്ട് ചെറുതായിട്ട് തള്ളി വിടണം. എന്നാലും നമുക്ക് ഇതൊന്ന് ഊരി എടുക്കാനായിട്ടൊന്ന് കിട്ടത്തുള്ളൂ. നമുക്ക് ചെറുതായിട്ട് തള്ളി വിടാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അവിടുത്തെ സിങ്ങിയാമിൻ്റെ അവിടുത്തെ ആക്സിൽ ഊരി വിട്ടു. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് ഊരേണ്ടതായിട്ടുണ്ട്. ഒന്ന് വലിച്ചാൽ മതി, ഇത് വരും. സൈലൻസർ ഒന്ന് നമുക്കൊന്ന് വലിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ആ പാക്കിംഗ് ഒന്ന് വരുന്നതാണ്. ഇതാണ് ആ സൈലൻസർ പാക്കിംഗ്. അപ്പോൾ ഈ പാക്കിംഗ് ഡാമേജ് ആയതുകൊണ്ട് ഈ പാക്കിങ്ങും ഇതുമായിട്ടുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഈ ഒരു കാരണം കാണുവാണ് നമുക്ക് ഓയിൽ ലീക്കും വന്നത്. നമുക്ക് ഈ പാക്കിംഗ് ഒന്ന് തിരിച്ച് അതുപോലെ ഒന്ന് കയറ്റിയേക്കാം. നമുക്ക് ഇപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് പാക്കിംഗ് ഒന്ന് കയറ്റണം. അപ്പോൾ ഈ പാക്കിംഗ് കയറ്റാൻ നേരത്തെ സാധാരണ ഈ യമഹയുടെ ഇവിടെ ഹോള് വലുതല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ പാക്കിംഗ് കയറ്റുമ്പോൾ നമ്മൾ സൈലൻസർ വെക്കാൻ നേരത്തെ ഒന്ന് ഊരി പോകാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ഗ്രീസ് ഒന്ന് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവിടെ ഒന്ന് പിടുത്തമായിട്ട് ഇരുന്നോളൂ. അത് ഫിക്സ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്. നമ്മൾ സൈലൻസർ കയറ്റിയാൽ തന്നെയാണെങ്കിലും പാക്കിംഗ് ഊരി വരത്തില്ല. സൈലൻസർ ഒന്ന് അതുപോലെ ഒന്ന് കയറ്റേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്യുക. നേരത്തെ ഊരിയ ആ നെറ്റൊന്ന് ഇതിനകത്തോട്ടൊന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ടൈറ്റ് ചെയ്യണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അവിടെ എല്ലാം ടൈറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു ബ്രാക്കറ്റ് അതുപോലെ തന്നെ നമുക്കൊന്ന് വെക്കണം. 13 എമ്മിൻ്റെ സ്പാൻഡർ ഇട്ട് ഉപയോഗിച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ സിങ്ങിയാമ്പിൻ്റെ ഇവിടുത്തെയും നേരിയും കൂടെ നമുക്കൊന്ന് ടൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം ഇതേപോലെയുള്ള ഓയിൽ ലീക്കും കാര്യങ്ങളും നിങ്ങൾക്ക് കൊണ്ട് തന്നെയാണെങ്കിൽ നിങ്ങൾ ആദ്യമേ സിലിണ്ടർ പാക്ക് നോക്കാതെ നിങ്ങൾ സൈലൻസർ പാക്ക് നോക്കുക. അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫർമേഷൻ വീഡിയോസ് കിട്ടാനായിട്ട് ഞങ്ങളുടെ യൂണിവേഴ്സ് ബ്ലോഗ് എന്നുള്ള യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇൻസ്റ്റാ ഐഡിയും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക.